ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മുസ്ലിങ്ങളായിട്ട് മുസ്ലിം വിരോധം ഈ ക്രൈസ്തവ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മെത്രാന്മാർ ലവ് ജിഹാദുണ്ട് എന്നൊക്കെ പറയുക, പിന്തുണ കൊടുക്കുന്ന പ്രതീതിയാണുണ്ടായത്. ലവ് ജിഹാദിനെക്കുറിച്ച് കാസ ശക്തമായ ആൻറ്റി മുസ്ലിം വികാരത്തിൻ്റെ ഒരു സംഘടനയാണത്. ആ സംഘടന പറയുന്നത് തന്നെ മെത്രാന്മാരും പറയുക. പി സി ജോർജ് പറയുന്നത് മെത്രാന്മാർ പറയണോ? പി സി ജോർജിന് ലക്ഷ്യങ്ങളുണ്ടാകാം. ഇവിടെ നമ്മൾ ഇത് ഇങ്ങനെ ഇല്ല എന്ന് സംഘടിതമായ ഒരു പദ്ധതി, ഒരു ആസൂത്രിത പദ്ധതി മുസ്ലിങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് NIA പോലുള്ള ഗവൺമെൻറ് ഒരു ഏജൻസിയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ കോമൺ സെൻസിന് വിരുദ്ധമായി ഒരു കാര്യം പറയുമ്പോൾ അത് വർഗീയതയാകാണ്, വർഗീയമായ ചേരിതിരിവാകാണ്. അത് പാടില്ല. സഭയുടെ ഭാഗത്ത് നിന്ന് വർഗീയത ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ പരസ്പരം വെറുക്കുന്ന ഒരു സമൂഹമായി മാറുന്നത് തികച്ചും അപകടകരമാണ്. ഒരു വെടിക്കെട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് അലസമായി നിന്ന് വീടി വലിക്കരുത്. ഇത് ഞാൻ മെത്രാന്മാരോടോ സമൂഹത്തിലെ ആളോ പറയേണ്ടതില്ല. നമ്മൾ അപകടകരമായ ലോകത്തിലാണ് ജീവിക്കുന്നത്. വെറും വെറുപ്പും വർഗീയതയും, സായിപ്പന്മാർ മാത്രം മതി, വേറെ ആരും പാടില്ല എന്ന് പറയുന്ന ചിന്താഗതി, അങ്ങനെയുള്ള അത് ഹിന്ദു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും അത്തരം വർഗീയതകൾ വർദ്ധിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം എന്താ കാണിക്കേണ്ടത്? ഇവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ്റെ പേരിലാണ് ക്രിസ്തു നിൽക്കുന്നത്. കുരിശിൽ തറയ്ക്കത് പ്രശ്നം പരിഹരിക്കുന്ന ഒരു മാർഗമായിട്ട് മെത്രാന്മാർ കാണുന്നുണ്ടോ? വളരെ സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ. കത്തോലിക്ക സഭ ഇപ്പോൾ ഈ RSSൻ്റെ പത്രം എഴുതിയേണ്ടില്ലേ, ഏറ്റവും കൂടുതൽ സമ്പത്ത് വഖഫിനല്ല കത്തോലിക്ക സഭയ്ക്ക്. മനസ്സിലാക്കണം, രാഷ്ട്രീയ പാർട്ടികളെ മനസ്സിലാക്കാൻ മെത്രാന്മാർ പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിതൊക്കെ. ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുക, വഖഫ് പരിഷ്കരിക്കണമെന്ന്. അത് കോൺഗ്രസ് പറയുന്നൊരു കാര്യം നോക്കുക, നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും സ്വീകരിക്കണം, അവരോടുകൂടി ചോദിച്ച് അവരുടെ കൂടി ഒരു അംഗീകാരത്തോടുകൂടി പരിഷ്കരിക്കാം. നാളെ മറ്റന്നാളോ ഇവിടെ കത്തോലിക്ക സഭ 100 കണക്കിന് കോളേജും സ്കൂളുകളും നടത്തുന്നുണ്ട്. ആ സ്കൂൾ നടത്തുന്നതിനെക്കുറിച്ച് പരാതികളുണ്ട്. മൈനോറിറ്റി കമ്മീഷൻ്റെ പേരിലാണ് നടത്തുന്നത്, മൈനോറിറ്റി റൈറ്റിൻ്റെ പേരിലാണ്. അതൊക്കെ പുതിയ ബില്ല് കൊണ്ടുകിടന്ന് മാറ്റിമറിക്കാൻ, അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ, അതിനകത്ത് വേറെ ന്യൂനപക്ഷം സഹായിക്കാൻ കൊടുത്താൽ, മെത്രാന്മാരുടെ ഇതുപോലെ ഉപദേശിച്ചാൽ എന്തായിരിക്കും സുന്നിമാരുടെ മുള്ളമാരോ അല്ലെങ്കിൽ സ്വാമിമാരോ പറഞ്ഞാൽ എന്തായിരിക്കും ക്രൈസ്തവരുടെ വികാരം? ഇതെല്ലാം ഒന്ന് കാണാനും, നമ്മളൊക്കെ ജീവിക്കുന്ന കൂവമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല. ചെറിയ ലോകത്തിലാകരുത്, വലിയ ലോകത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം, മനസ്സ് വലുതാക്കാൻ ശ്രമിക്കണം.